വിശുദ്ധ യൗസേ പിതാവ് നൽമരണ മധ്യസ്ഥൻ. മരണം കേവലം സ്വാഭാവിക പ്രതിഭാസമല്ല, അതിന് സനാതനമായ ഒരു അർത്ഥമുണ്ട്. മിശിഹായുടെ പെസഹ രഹസ്യത്തിന്റെ പ്രകാശത്തിൽ മരണത്തെ നാം വീക്ഷിക്കണം. മരണം ശരീരത്തിൽ നിന്നുള്ള ആത്മാവിന്റെ വേർപാടാണ്, എന്നാൽ അത് നിത്യമായ ഐക്യത്തിനു വേണ്ടിയാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മരണം ഭയാനകമല്ല, അത് സ്വർഗീയ പിതാവിന്റെ ക്ഷണമാണ്, പാരത്രിക ജീവിതത്തിലേക്കുള്ള ജനനമാണ്. നമുക്ക് മരണത്തിൽ ദൈവത്തെ കണ്ടെത്തുവാൻ സാധിച്ചാൽ മരണത്തെ കീഴടക്കാം. നമ്മുടെ വന്ധ്യപിതാവ് മാർ യൗസേപ്പ് മരണത്തെ കീഴടക്കി. വിശുദ്ധ യൗസേപ്പിനെ മിശിഹായുടെ പരസ്യജീവിത കാലത്ത് നാം ഒരിക്കലും ദർശിക്കുന്നില്ല. തന്നിമിത്തം അദ്ദേഹം ഈശോയുടെ രഹസ്യജീവിത പരിസമാപ്തിയോടടുത്ത് മരണമടഞ്ഞിരിക്കണമെന്നാണ് കരുതുന്നത്. വിശുദ്ധ യൗസേപ്പിന്റെ മരണം ഏറ്റവും സൗഭാഗ്യപൂർണമായിരുന്നു. പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യത്തിൽ ഈശോയുടെ തൃക്കരങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. പാപമോ ലൗകിക സമ്പത്തോ സ്ഥാനമാനങ്ങളോ മറ്റെന്തെങ്കിലും വസ്തുവോ ആ പാവനാത്മാവിന്റെ മരണത്തെ ശോകപൂർണമാക്കിയില്ല. മറിച്ച് അതും ഒരു സ്നേഹനിദ്രയായിരുന്നു. തന്നിമിത്തം അദ്ദേഹം ഉത്തമ മരണത്തിന്റെ മാതൃകയാണ്, നൽമരണ മധ്യസ്ഥനുമാണ്. ഒരു വ്യക്തിയുടെ ജീവിത വിജയം ഒരു നല്ല മരണത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. മരണസമയത്ത് വരപ്രസാദാവസ്ഥയിലാണ് ആത്മാവെങ്കിൽ മരണം ഒരിക്കലും ഭയാനകമല്ല. പാപവും ലൗകിക സമ്പത്തിനോടുള്ള അതിരു കടന്ന സ്നേഹവുമാണ് പലപ്പോഴും മരണത്തെ ഭയാനകമാക്കുന്നത്. ഒരു ക്രിസ്ത്യാനി ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിച്ചതുകൊണ്ട് ഒരിക്കലും മരണസമയത്ത് ഖേദിക്കേണ്ടതായി വന്നിട്ടില്ല എന്ന് ആംഗ്ലേയ സാഹിത്യകാരനായ ഹില്ലയർ ബലക് പ്രസ്താവിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കാതെ ജീവിതാന്തസ്സിന്റെ കടമകൾ ശരിയായി നിർവഹിക്കാതിരുന്നവർ, ജീവിതത്തെ പാഴാക്കി കളഞ്ഞവർ മരണസമയത്ത് ഖേദിക്കേണ്ടി വരും. മരണസമയത്ത് ഓരോ മനുഷ്യാത്മാവും അന്തിമമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തും. ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും വിചാരങ്ങളും എല്ലാം അതിൽ സ്വാധീന ശക്തി ചെലുത്തും. വിശുദ്ധ യൗസേപ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ദൈവത്തിനും ഈശോ മിശിഹായ്ക്കും സംപ്രീതിജനകമായവ മാത്രം പ്രവർത്തിച്ചു. പരിശുദ്ധ കന്യകയെ സ്നേഹിച്ചിരുന്നു, അയൽവാസികളെയും സ്നേഹിച്ചു. ദൈവോന്മുഖമായ ജീവിതമാണ് നയിച്ചിരുന്നത്. തന്നിമിത്തമത്രേ സൗഭാഗ്യപൂർണവും സമാധാനപരവുമായ ഒരു മരണം കൈവരിച്ചത്. ജീവിതം എപ്രകാരമാണോ അപ്രകാരമായിരിക്കും മരണം.